ഇവർ മനുഷ്യരല്ല. എം അക്ബർ എഴുതുന്നു. ഫലസ്തീൻ മലയാളികളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഇസ്ലാം വിരോധം മൂത്താൽ പിശാചുക്കളായിത്തീരും എന്ന വലിയ പാഠം. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ മാനവികതയുടെ കണികയെങ്കിലും മനസ്സിലുള്ളവരെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന കാഴ്ചകളാണ് ലോകത്തെങ്ങും. 2025 ജൂൺ 15 നെതർലാൻഡ്സ് പ്രകടനങ്ങളിലെ 1.5 ലക്ഷം, ഓഗസ്റ്റ് 3 സിഡ്നി പ്രതിഷേധത്തിൽ ഒത്തുകൂടിയ 3 ലക്ഷം, ഓഗസ്റ്റ് 24 ഓസ്ട്രേലിയൻ പ്രകടനങ്ങളിലെ 3.5 ലക്ഷം, ഒക്ടോബർ 3 റോമിൽ ഒരുമിച്ച് കൂട്ടിയ 3 ലക്ഷം, ഇറ്റാലിയൻ പ്രകടനങ്ങളിൽ പങ്കാളികളായ 30 ലക്ഷം, ഒക്ടോബർ 5 ആംസ്റ്റർഡാമിൽ തടിച്ചുകൂടിയ 2.5 ലക്ഷം, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഒരുമിക്കുന്ന ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് നിർത്തൂ ഈ വംശഹത്യ എന്നാണ്. 70,000 മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത, 20,000 കുട്ടികളെ ചുട്ടുകൊന്ന, 10,000-ങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ നൽകിയ, പൈതങ്ങളടക്കം നൂറുകണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊന്ന, ലക്ഷങ്ങളെ ഭവനരഹിതരാക്കിയ ഇസ്രായേലിന്റെ വംശഹത്യയെ ന്യായീകരിക്കുവാൻ മലയാളത്തിൽ മുന്നിലുള്ളത് നവനാസ്തികതയുടെ നേതാക്കൾ. അവരതിനായി സമ്മേളനങ്ങൾ നടത്തുന്നു, സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നു. അവർ പറയുന്നത് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയതാണ് വംശഹത്യ എന്നാണ്. നെതന്യാഹുവിനു പോലും ഇല്ലാത്ത വാദമാണിത്. ഹമാസ് 12-ാം വയസ്സിൽ തന്നെ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന പച്ചക്കള്ളമാണ് പൈതങ്ങളെ കൊന്നുതള്ളുന്നതിനുള്ള ഇവരുടെ ന്യായീകരണം. ഇസ്രയേൽ പോലും പറയാത്ത പൈശാചിക ന്യായീകരണം. ഹമാസ് സിവിലിയൻസിനെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നതാണ് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതിനുള്ള ഇവരുടെ ന്യായം. ഹമാസുകാർ ഇസ്രായേലി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നും കിബൂട്സ് ബീറിലെ കുഞ്ഞുങ്ങളെ അടുപ്പിലെറിഞ്ഞു കൊന്നു എന്നതുമാണ് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാനുള്ള മറ്റു ന്യായീകരണങ്ങൾ. തെളിവൊന്നുമില്ലാത്ത പച്ചക്കള്ളങ്ങളാണിവ. ഗസയെ പഠിക്കുന്ന ഏജൻസികളൊന്നും പറഞ്ഞിട്ടില്ലാത്ത പച്ചക്കള്ളങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 2025 സെപ്റ്റംബർ 16 റിപ്പോർട്ടിലും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ 2024 ഡിസംബർ മാസത്തെ റിപ്പോർട്ടിലും പറയുന്നത് ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നാണ്. ഇസ്രയേലിലെ മനുഷ്യാവകാശ സംഘടനയായ ബിതസ്ലീമിന്റെ ജൂലൈ 28 പുതിയ റിപ്പോർട്ടിന്റെ തലക്കെട്ട് തന്നെ അവർ ജനോസൈഡ് എന്നാണ്. ഇസ്രയേലിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നതും ഗസയിൽ നടക്കുന്നത് ശുദ്ധമായ വംശഹത്യയാണ് എന്നാണ്. എങ്കിലും എസൻസുകാർ അത് വംശഹത്യയല്ല എന്ന് സ്ഥാപിക്കാൻ സമ്മേളനം നടത്തും, സംവാദങ്ങൾ സംഘടിപ്പിക്കും. കത്തിക്കരിഞ്ഞ മനുഷ്യരുടെ ശരീരങ്ങളോ, പൊട്ടിക്കരയുന്ന പൈതങ്ങളുടെ രോദനങ്ങളോ, വയറൊട്ടി മരണത്തിലേക്ക് നടക്കുന്ന മനുഷ്യരുടെ പൈതാഹമോ, വീടും നാടും നഷ്ടപ്പെട്ട് പലായനം ചെയ്യുന്നവരുടെ പ്രയാസങ്ങളോ ഒന്നുമല്ല എസൻസുകാരെ സങ്കടപ്പെടുത്തുന്നത്. നെതന്യാഹുവിനെ UN അസംബ്ലിയിൽ വെച്ച് കൂകി വിളിച്ചതാണ്. അയാൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര കോടതിയുടെ നടപടികളാണ്. പാലിൽ നിന്നും വെള്ളം വേർപിരിക്കുന്നത് പോലെ സിവിലിയൻസിൽ നിന്നും ഹമാസിനെ വേർപിരിക്കുന്ന പ്രക്രിയയാണ് ഗസയിൽ നടക്കുന്നത് എന്നു പറയാൻ ചെറിയ പൈശാചികതയൊന്നും പോരാ. അന്ധമായ ഇസ്ലാം വിരോധം മൂത്താലുണ്ടാകുന്ന പൈശാചികതയ്ക്ക് വർഗീയതയില്ല എന്ന് നാനാതരം ഇസ്ലാമോഫോബുകൾ ഒരുമിക്കുന്ന എസൻസ് വേദി തെളിയിക്കുന്നു. നമുക്ക് ചോദിക്കുക, ഇവർ മനുഷ്യർ തന്നെയാണോ?